ശ്രീ മന്നത്ത് പത്മനാഭൻ അദ്ദേഹം നയിച്ച സവർണ ജാഥയ്ക്ക് ഇന്ന് 100 വയസ്സ് തികയുകയാണ്. ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ ജാഥയുടെ സ്മരണയ്ക്ക് വലിയ പ്രത്യേകതകളാണ് ഉള്ളത്. കേരളം കെട്ടിപ്പടുക്കുകയും കേരള നവോത്ഥാനം ഉണ്ടാക്കുകയും ചെയ്ത നായർ സമുദായത്തെ ഇന്ന് ഒരു നിരോധിത മതഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ ചില സംവരേണ്യ ഹിന്ദു ജാതി പുറ്റുകളെ കൂട്ടുപിടിച്ച് വ്യാപകമായ തോതിൽ സൈബർ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും നായർ സമുദായത്തിൻ്റെ പേരിൽ ഇല്ലാക്കഥകളും കള്ളക്കഥകളും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ സവർണ ജാഥയുടെ സ്മരണയ്ക്ക് വലിയ പ്രസക്തിയാണുള്ളത്. ഈ ജാഥ നടന്നത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു. അയിത്തജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ശ്രീ മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയ്ക്ക് 1 നൂറ്റാണ്ട് തികയുകയാണ്. അയിത്തജാതിക്കാർക്ക് വഴി നടക്കാനായി ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ചരിത്ര പ്രസിദ്ധമായ സത്യാഗ്രഹ സമരജാഥ നടത്തിയത്. വൈക്കം സത്യാഗ്രഹ സമരനായകൻ ടി.കെ. മാധവനും NSS ജനറൽ സെക്രട്ടറി മന്നത്ത് പത്മനാഭനും A.K. പിള്ളയും തിരുവിതാംകൂറിലുടനീളം സഞ്ചരിച്ച് ജാഥയ്ക്ക് പ്രചാരണം നടത്തി. 1924 നവംബർ 1 രാവിലെ 6 വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ കാൽനട ജാഥ പുറപ്പെട്ടു. സവർണ ജാഥ തിരുവിതാംകൂർ സഹോദരാവകാശ സംരക്ഷണ സ്വധർമ്മ പരിപാലനം സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാരുടെയും ജന്മാവകാശം എന്നെഴുതിയ ബോർഡുകളും കോൺഗ്രസ് പതാകയും കയ്യിലേന്തിയായിരുന്നു യാത്ര. കൊല്ലത്ത് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത് C. കേശവൻ ആയിരുന്നു. പാതയോരങ്ങളിൽ ജാഥയെ വരവേൽക്കാൻ ആയിരങ്ങൾ അണിഞ്ഞൊരുങ്ങി. ആവേശോജ്വലമായ സ്വീകരണമായിരുന്നു ശിവഗിരിയിൽ ലഭിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ സംഘം സന്ദർശിച്ചു. നവംബർ 11 വൈകിട്ട് ജാഥ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിച്ചേർന്നു. അന്ന് അതിൻ്റെ പേര് പുത്തൻ കച്ചേരി മൈതാനം എന്നായിരുന്നു. ഡോക്ടർ M.E. നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ നിന്നും പുറപ്പെട്ട തെക്കൻ ജാഥയും അതേസമയം വന്നെത്തി. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ അധ്യക്ഷതയിൽ കടപ്പുറത്ത് യോഗം നടന്നു. പിറ്റേന്ന് മന്നത്ത് പത്മനാഭനും ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയും ഉൾപ്പെടുന്ന പ്രതിനിധി സംഘം തിരുവിതാംകൂർ റീജൻ്റ് മഹാറാണി സേതു ലക്ഷ്മിഭായിയെ ചെന്നുകണ്ട് 400,000 പേരുടെ ഒപ്പുള്ള ഭീമഹർജി സമർപ്പിച്ചു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആരംഭത്തിൽ തന്നെ മന്നത്ത് പത്മനാഭനും കേളപ്പനും K.P. കേശവമേനോനുമൊക്കെ സജീവമായിരുന്നു. സവർണജാഥ നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വൈക്കം സത്യാഗ്രഹത്തിലെ സവർണ സാന്നിധ്യം ഔപചാരിക പങ്കാളിത്തം മാത്രമായേ പരിഗണിക്കപ്പെടുമായിരുന്നുള്ളൂ. സവർണരുടെ ഉദ്ദേശ്യശുദ്ധിയും സത്യാഗ്രഹത്തിൻ്റെ ആശയശുദ്ധിയും സമന്വയിച്ചപ്പോഴാണ് സവർണജാഥ യാഥാർത്ഥ്യമായത്. പക്ഷേ സവർണജാഥ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു അനുബന്ധ പ്രവർത്തനം എന്ന നിലയ്ക്ക് മാത്രം അടയാളപ്പെടുത്താനായി ചില ജാതി ചരിത്രകാരന്മാരും കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരും ശ്രമിച്ചിട്ടുണ്ട്. അത് ശരിക്കും വാസ്തവം അല്ല. അതായത് സവർണജാഥയെ സത്യാഗ്രഹത്തിൻ്റെ ഒരു അനുബന്ധ പ്രവർത്തനമായി മാത്രം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു സംഗതിയാണ്.